തിരുവനന്തപുരം എയർ ട്രാഫിക് സെന്ററിലെ ആധുനിക സൗകര്യങ്ങൾ ലോക നിലവാരത്തിലുള്ള റഡാർ സിസ്റ്റം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുക. കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം 25,000-ത്തിലധികം വിമാനങ്ങളാണ് ഈ എയർപോർട്ടിൽ വന്ന് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. 3 ലക്ഷത്തിലധികം യാത്രക്കാർ. നിശ്ചയമായും തിരുവനന്തപുരം എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ ചില വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങൾ കഴിഞ്ഞാൽ ആദ്യമായി ഇന്റർനാഷണൽ എയർപോർട്ടായത് തിരുവനന്തപുരമാണ്. അതിൻ്റെ അർഹതയെ ചിലരെങ്കിലും ചോദ്യം ചെയ്തു. പക്ഷേ തിരുവനന്തപുരത്ത് കിട്ടിയ അംഗീകാരം, നൽകിയ അംഗീകാരം തികച്ചും ശരിയാണ് എന്ന് ഈ എയർപോർട്ടിൻ്റെ വികസനത്തിലൂടെ നമുക്ക് അതിന് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ കെ.സി. വേണുഗോപാൽ ഈ വകുപ്പിൻ്റെ ചാർജ് ഏറ്റെടുത്ത ഉടനെ തന്നെ തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലൊരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി. ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ശ്രീ ശശി തരൂരും ശ്രീ വി.എസ്. ശിവകുമാറും ഒക്കെ ആ കാര്യത്തിൽ നേതൃത്വം എടുത്തു. അന്ന് അവിടെ എടുത്ത തീരുമാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട, സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ചെയ്യേണ്ട കാര്യങ്ങൾ മിക്കവാറും എല്ലാം പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു. ആ കാര്യത്തിൽ ശ്രീ കെ.സി. വേണുഗോപാലിനോട് ഞാൻ പ്രത്യേകമായ നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇനി സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്ഥലമെടുപ്പ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. സ്ഥലത്തിൻ്റെ കുറവൊന്ന്, രണ്ടിൻ്റെ വില, ഇത് രണ്ടിനും നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന് വെച്ചാലും ശക്തിയായിട്ടുള്ള എതിർപ്പും ആണുള്ളത്. കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് മൂന്ന് ഇന്റർനാഷണൽ എയർപോർട്ട്, 4ാമത്തത് പണി ആരംഭിക്കാൻ പോവുക. ഈ 4നും സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരത്തും കോഴിക്കോടും കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ആവശ്യപ്പെട്ട രീതിയിലുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്തിയ പരിഗണന ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും ശിവകുമാറും ഒന്നിച്ച് ഇതിൻ്റെ സ്ഥല ഉടമകളുമായി ഒരു ചർച്ച നടത്തി. ഇനിയും ഒരു ചർച്ച വിളിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫ്യൂവലിൻ്റെ ടാക്സ്, ATF ടാക്സ് കേരളത്തിൽ കുറയ്ക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് കേരളത്തിനകത്ത് എയർപോർട്ടുകളിൽ സർവീസ് നടത്താൻ ആര് വന്നാലും ATF വേണമെങ്കിൽ ഇല്ലാതെ വേണേൽ കൊടുത്തേക്കാം. കാരണം തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഗൾഫ് രാജ്യങ്ങളുമായിട്ട് വെൽ കണക്റ്റഡാണ്. പക്ഷെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു നിവൃത്തിയില്ല. കേരളത്തിനകത്ത് എയർപോർട്ടുകൾ തമ്മിലുള്ള കണക്ഷൻ വളരെ കുറവാണ്. നമുക്കതിനും സ്കോപ്പുണ്ട്. പക്ഷേ വേണ്ടത്ര ഒരു ലാഭകരമല്ല എന്നതിൻ്റെ പേരിൽ പല കമ്പനികളും തുടങ്ങിയിട്ട് നിർത്തിവെച്ചു. മറ്റ് സർവീസുകളുടെ കാര്യത്തിൽ ഉള്ളത് എനിക്ക് അതുപോലെ പറയാനൊക്കത്തില്ല. എന്നാലും ഞങ്ങൾ ആലോചിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ അമിതമായ ചാർജ് വർധനവ് ഈടാക്കുന്ന സമ്പ്രദായം, നമ്മളൊരു നഷ്ടം സഹിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം ഗവൺമെന്റിന്, ഒരു നഷ്ടം വരുമ്പോൾ അതിൻ്റെ പ്രയോജനം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകണം, യാത്രക്കാർക്കുണ്ടാകണം. അപ്പോൾ അതുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ആ കാര്യം വേണമെങ്കിലും ആലോചിക്കാം. പക്ഷേ ഇന്നത്തെ ഈ സിസ്റ്റം, ഈ സീസണിൽ ഉള്ള വർധനവ്, അതും വളരെ അമിതമായ വർധനവ് ശക്തിയായ പ്രതിഷേധം ഉളവാക്കുന്നുണ്ട്. അതിന് ഗവൺമെന്റിനും ഏറ്റവും കൂടുതൽ നിവേദനം ഈ സീസണിൽ കിട്ടുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുമായി ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സഹകരിക്കാൻ പൂർണ്ണമായും തയ്യാറാണ്. സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി എന്നുള്ള കത്ത് ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. ഇത് കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് പറഞ്ഞ് അത് പരിഗണിക്കാം. പക്ഷേ
ഈ കാര്യത്തിലൂടെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിക്ക് ഒരു സേ ഉണ്ടായിരിക്കണം, ഒരു വോയിസ് ഉണ്ടായിരിക്കണം. ഏതായിരുന്നാലും നമ്മുടെ എയർപോർട്ടിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അതിനോട് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ് സഹകരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.